വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിലേറും? സംസ്ഥാനത്തെ LDF സർക്കാരിനെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണമാണ് UDF നടത്തുന്നത്. പക്ഷെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് മണിശങ്കർ അയ്യർ വരെ പിണറായി വിജയനെ അംഗീകരിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവണം എന്നുള്ള ആവശ്യമാണ് മണിശങ്കർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പക്ഷെ അവർ പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വം, അത് പവൻ ഖേര ആണെങ്കിലും ജയറാം രമേശ് ആണെങ്കിലും, അവരൊക്കെ പറയുന്നത് കുറെ നാളായിട്ട് കോൺഗ്രസ് നേതൃത്വവുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല മണിശങ്കർ അയ്യർ എന്നാണ്. മറുഭാഗത്താണെങ്കിൽ CPM കൂടെ നിന്നിരുന്ന സാംസ്കാരിക പ്രവർത്തകരെയൊക്കെ തന്നെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാനാണ് UDF ശ്രമിക്കുന്നത്. അത് സച്ചിദാനന്ദൻ ആണെങ്കിലും സാറ ജോസഫ് ആണെങ്കിലും ഏറ്റവും ഒടുവിൽ നടൻ പ്രേംകുമാർ ആണെങ്കിലും ഇവരൊക്കെ തന്നെ പതുക്കെ UDFനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു അവസരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് വഴി ഒരുക്കുന്നത് ഒരുപക്ഷെ വടക്കൻ കേരളമായിരിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. വടക്കൻ കേരളത്തിന് ഒരു പ്രത്യേകത, ഒന്ന്, കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഏറ്റവും അധികം സീറ്റുകളുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ്. രണ്ടാമത്തേത് CPM കോട്ട കൊത്തളങ്ങളൊക്കെ തന്നെ വടക്കൻ കേരളത്തിലാണുള്ളത്. തെക്കൻ കേരളത്തില് പലപ്പോഴും അത് കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ആലപ്പുഴയിലായാലും CPM വൻ വിജയം നേടാറുണ്ടെങ്കിലും അതേപോലെ തന്നെ CPM തിരിച്ചടിയും ഉണ്ടാവാറുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിലെ CPM സുശക്തമായ സീറ്റുകളിൽ അങ്ങനെ കാര്യമായ ചലനം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും, വടക്കൻ കേരളം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഏത് മുന്നണി വരും എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിന് ശേഷം വീണ്ടും പിണറായി വിജയന്റെ സർക്കാർ അല്ലെങ്കിൽ ആ സർക്കാർ തുടർ ഭരണം ഉണ്ടാവില്ല, പ്രതിപക്ഷമായിരിക്കും ഭരണം ഉണ്ടാവുക എന്നുള്ളൊരു പൊതുവെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് തുടർ ഭരണം നേടിയത്. പക്ഷെ ഇത്തവണ 2 തവണ ഭരിച്ചിരിക്കുന്ന സർക്കാരിനെ മൂന്നാമതും തുടരാൻ അനുവദിക്കണമോ എന്നുള്ളൊരു ചിന്ത പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം മാറ്റമുണ്ടാക്കുന്നത് ന്യൂനപക്ഷ ശക്തികളുടെ നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ എങ്ങോട്ട് പോകുന്നോ അതിനനുസരിച്ചും കേരളത്തിലെ രാഷ്ട്രീയ ഗതി. നമ്മൾ കേരളത്തെ വളരെ പ്രബുദ്ധമായ സംസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും മതത്തിന്റെയും ജാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും കൂടുതൽ പേരും വോട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ. പലപ്പോഴും രാഷ്ട്രീയം അന്ധത അല്ലെങ്കിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ആയിട്ട് വിഘടിച്ച് നിൽക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒന്നുകിൽ അവര് കേരള കോൺഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ ഒരു ശക്തമായ വിഭാഗമായിട്ട് അവർ നിലകൊള്ളുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും, അല്ലെങ്കിൽ അതേപോലുള്ള സംഘടനകളൊക്കെ തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് 2016 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് നല്ലൊരു വിഭാഗത്തിന്റെ വോട്ട് ആകർഷിക്കാൻ CPM കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് CPM ഭരണം നിലനിർത്താൻ കഴിഞ്ഞതും, അല്ലെങ്കിൽ 2016 ഭരണം നേടാൻ കഴിഞ്ഞതും 2021 ഭരണം നിലനിർത്താൻ കഴിഞ്ഞതും. എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പല മാധ്യമങ്ങളും, അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും അതേപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിൽ തന്നെ അവരെല്ലാവരും അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ മതപരമായ ഒരു കേന്ദ്രീകരണം അത് നടക്കുന്നു എന്നുള്ളത്. പക്ഷെ അതിനെ പല പേരുകളിലാണ് അവർ ഓമന പേരിട്ടൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പൊ തന്നെ പല പത്രങ്ങളും എഴുതിയിരിക്കുന്നത് സുന്നികളുടെ ഐക്യം കൊണ്ട് UDF നേട്ടം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അത് സുന്നികളുടെ ഐക്യമല്ല, ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗത്തെ, മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ CPM കഴിഞ്ഞിരുന്നു. ആ CPM വിട പറഞ്ഞുകൊണ്ട് മുസ്ലിം കേന്ദ്രീകരണം കേരളത്തിൽ നടക്കുന്നു, മുസ്ലിം രാഷ്ട്രീയം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന കേരളത്തിലെ മാറ്റം. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിലെ മുമ്പൊക്കെ NDF പോലുള്ള തീവ്രവാദി സംഘടനകൾക്കെതിരെ നിലപാടെടുത്ത ആളെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഷാജിയെ പോലുള്ള നേതാവ് മതമാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാൻ അവര് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പറയുന്നത്. കാരണം മതത്തിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്,
ഓരോ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, വ്യക്തിയെ മന്ത്രിയാക്കാൻ വേണ്ടിയില്ല, മതത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പരസ്യമായിട്ട് പറയാണ്. അങ്ങനെയുള്ള ഒരു മത കേന്ദ്രീകരണം, ന്യൂനപക്ഷ കേന്ദ്രീകരണം വ്യക്തമായിട്ടും നടക്കുന്നു എന്നുള്ളതിന്റെ അത് പ്രകടമാവുന്നത് വടക്കൻ കേരളത്തിലാണ്. അതിനെയാണ് ഇപ്പോ പല മാധ്യമങ്ങളും സുന്നി ഐക്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് കേട്ടാൽ തോന്നുന്നു സുന്നികളിൽ ഒരു ഭിന്നത, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയല്ല, മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് UDFന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP, അങ്ങനെ നിരവധി മുസ്ലിം ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും തീവ്ര ഗ്രൂപ്പുകളായ NDF, ഇപ്പൊ ഇവരൊക്കെ തന്നെ ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരന്നുകൊണ്ട് UDFനെ വിജയിപ്പിക്കാൻ വേണ്ടി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം നേരത്തെ തന്നെ LDF എടുത്തു പറഞ്ഞിരുന്നു. അവർ പറഞ്ഞിരുന്നു, AK ബാലനെ പോലെയുള്ള മുൻ മന്ത്രി AK ബാലനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗ് അധികാരത്തിൽ വരികയാണെങ്കിൽ, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഭരണമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ലീഗിന്റെ പല നേതാക്കളും KNA ഖാദറിനെ പോലുള്ള, മഞ്ഞളാംകുഴി അലിയെ പോലെയുള്ള പലരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 5-ാം മന്ത്രി പോരാ, ഞങ്ങൾക്ക് 7-ാം മന്ത്രി തന്നെ വേണം, ഞങ്ങൾക്ക് 8-ാം മന്ത്രി വേണം, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി വേണം എന്നുള്ള അവകാശവാദങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഓമന പേരിടുന്നത്, പല മാധ്യമങ്ങളും ഓമന പേരിടുന്നത് സുന്നി ഐക്യം എന്നാണ്. പക്ഷെ ഇതൊരു മുസ്ലിം കേന്ദ്രീകരണം വളരെ ശക്തമായ തോതിൽ നടക്കുകയാണ്. അത് എത്രത്തോളം വടക്കൻ കേരളത്തെയാണ് ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, 2 സീറ്റുകളാണ് കാസർഗോഡ് ജില്ലയിൽ UDFന് കിട്ടിയിരുന്നത്. ആ 2 സീറ്റിൽ പക്ഷേ ഇത്തവണയും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കാസർഗോഡ് ജില്ലയുടെ തെക്കൻ മേഖലയിലുള്ള CPM കേന്ദ്രങ്ങളിൽ, ആ കേന്ദ്രങ്ങളൊന്നും വലിയ മാറ്റം ഉണ്ടാക്കാൻ UDFന് കഴിയില്ല. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം, കാസർഗോഡാണ് ഇപ്പോഴും ലീഗിന് സാധ്യതയില്ല. പക്ഷെ മഞ്ചേശ്വരത്ത് BJP K സുരേന്ദ്രനെ നിർത്തിക്കൊണ്ട് അതിശക്തമായ മത്സരം നടത്തുകയാണ്. അതുകൊണ്ട് ലീഗിന്റെ ഒരു സീറ്റ് കുറയാനാണ്, UDFന്റെ ഒരു സീറ്റ് കുറയുമെങ്കിൽ കുറയാനാണ് സാധ്യത. 5-ൽ 2 എന്നുള്ളത് ഒന്നുകിൽ 2 എന്ന് നിലനിൽക്കും, അല്ലെങ്കിൽ 1 നിലനിൽക്കും. അത് കൂടാൻ സാധ്യതയില്ല UDFനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ കണ്ണൂർ ജില്ലയിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും 2 മണ്ഡലങ്ങളിലാണ് UDFന് അതിശക്തമായ സ്വാധീനമുള്ളത്, പേരാവൂരിലും ഇരിക്കൂരിലും. അത് UDF നിലനിർത്തും. കണ്ണൂരിലും അഴീക്കോടുമാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അതിൽ തന്നെ അഴീക്കോട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് പല കേന്ദ്രങ്ങളും പറയുന്നത്. അവിടെ കോൺഗ്രസിന് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജയിച്ചു കയറാൻ പറ്റുമായിരിക്കും. മുസ്ലിം ലീഗിനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പലരും പറയുന്നത്. അതേപോലെ തന്നെ കൂത്തുപറമ്പിലും വേണമെങ്കിൽ ഒരു വലിയൊരു ചലനം ഉണ്ടാവുകയാണെങ്കിൽ കൂത്തുപറമ്പ് സീറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 4 സീറ്റിൽ ഒതുങ്ങാൻ, 2 സീറ്റ് ഉണ്ടായിരുന്ന UDFന് 4 സീറ്റിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് കാണുന്നത്. വയനാട് ജില്ലയിലാണെങ്കിൽ കഴിഞ്ഞ തവണ 1 സീറ്റിലാണ് LDF ജയിച്ചത്, 3-ൽ 2 സീറ്റും UDFനായിരുന്നു. പക്ഷെ ആ ഒരു സീറ്റ് LDF നിലനിർത്താനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ 3 സീറ്റും, വയനാടിലെ 3 സീറ്റും UDFന് കിട്ടാനാണ് സാധ്യത. കോഴിക്കോട് ജില്ലയിലാണ് കഴിഞ്ഞ തവണ LDF ക്ലീൻ സ്വീപ്പ് നടത്തിയത്. അത് വടകരയിൽ KK രമയും കൊടുവള്ളിയിൽ MK മുനീറും ഒഴികെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും LDFന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. പക്ഷെ ഇത്തവണ സ്ഥിതിഗതികൾ മാറുകയാണ്. കുറ്റ്യാടി ഉറപ്പായും UDF ജയിക്കാൻ പോവുകയാണ്. നാദാപുരത്തും UDFന് നല്ല സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പേരാമ്പ്രയിലും മത്സരം കനക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുന്ദമംഗലത്ത് മുസ്ലിം വോട്ടിന്റെ മുകളിലാണ് റഹീം സ്വതന്ത്രനായിട്ട് LDFന്റെ സ്വതന്ത്രനായി ജയിച്ചത്. ആ മുസ്ലിം വോട്ട് എങ്ങോട്ട് പോകുമെന്ന് പറയാനുള്ളൊരു കുറച്ചുകൂടി അതിനുള്ളൊരു സാധ്യത തെളിയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കുന്ദമംഗലവും UDFന് പിടിച്ചെടുക്കാനും കഴിയും. തിരുവമ്പാടി ഓൾമോസ്റ്റ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ഇത്തവണ UDF തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പാണ്. ബേപ്പൂരിലും കനത്ത മത്സരമാണ് അൻവർ കാഴ്ചവെക്കാൻ പോകുന്നത്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ. അങ്ങനെ വരുന്ന സമയത്ത് 5-ഓ 6-ഓ 7-ഓ സീറ്റുകൾ വരെ UDFന് നേടാൻ കഴിയുമെന്നാണ് സൂചന. ഒരുപക്ഷെ കൊയിലാണ്ടി സീറ്റ് വരെ പിടിച്ചെടുക്കാനുള്ള ശക്തി UDFനുണ്ട്. വളരെ മുമ്പ് UDF ജയിച്ചിരുന്നതാണ്. പക്ഷെ കുറെ കാലങ്ങളായിട്ട് LDF ആണ് അവിടെ ജയിച്ചു വരുന്നത്. ഇത്തവണ മുൻ MLA K ദാസിനെ തന്നെ രംഗത്തിറക്കാനാണ് CPM ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും കൊയിലാണ്ടി സീറ്റ് നിലനിർത്താൻ വേണ്ടി LDF കാര്യമായ ശ്രമം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ സ്ഥിതിഗതികളൊക്കെ തങ്ങൾക്ക് അനുകൂലമാവുകയാണെങ്കിൽ UDFന്റെ സ്ഥിതി 2 സീറ്റിൽ നിന്ന് 8-ഓ 9-ഓ സീറ്റിലേക്ക് വരെ എത്താനുള്ള സാധ്യത കോഴിക്കോട് വളരെ അധികമാണ്. അതേപോലെ തന്നെയാണ്
ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് ഏറ്റവും ഗുണം അനുഭവിക്കാൻ പോകുന്നത് മലപ്പുറത്തായിരിക്കും. കാരണം മലപ്പുറത്ത് മുസ്ലിം വിഭാഗങ്ങളിലെ ആളുകളുടെ വോട്ട് കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി 4 സീറ്റിൽ ജയിച്ചത്. അവർ താനൂരിൽ അവർ ജയിച്ചു, അവർ തവനൂരിൽ ജയിച്ചു, പൊന്നാനിയിൽ ജയിച്ചു, അതേപോലെ തന്നെ നിലമ്പൂരിൽ ജയിച്ചു. പക്ഷേ പൊന്നാനിയിൽ ഒരുപക്ഷെ CPM-നെ മലർത്തിയെടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മറ്റ് 3 സീറ്റുകളിലും UDF തന്നെ ജയിക്കും. LDF ജയിച്ച മറ്റ് 3 സീറ്റിലും UDF ജയിക്കും. അങ്ങനെ വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലുള്ള ആകെ 16 സീറ്റിൽ 15 സീറ്റും UDF-നെ തന്നെ നേടാനാണ് സാധ്യത നമുക്ക് കാണുന്നത്. അതുപോലെ പാലക്കാട് ജില്ല പക്ഷെ ഇപ്പോഴും LDF-ന്റെ മേധാവിത്വമാണ് ഉള്ളത്. മണ്ണാർക്കാട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു, പാലക്കാട് UDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും LDF-നായിരുന്നു വിജയം. ഇത്തവണയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ UDF-ന് പാലക്കാട് ജില്ലയിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയൊരു മത്സരം കാഴ്ചവെക്കാനുള്ള മണ്ഡലങ്ങളൊന്നും തന്നെ പാലക്കാട് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത്. 2 സീറ്റ് എന്നുള്ളത് പരമാവധി 1-2 കൂടി കൂടാനുള്ള സാധ്യതയുള്ളൂ. അതും വളരെ വിരളമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് വരാവുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ പുതുക്കാട് സീറ്റ് മാത്രമാണ് UDF-ന് കിട്ടിയത്. പക്ഷെ ഇത്തവണ വടക്കാഞ്ചേരി സീറ്റിനുള്ള സാധ്യത UDF-നുണ്ട്. അതേപോലെ തന്നെ ഒല്ലൂർ സീറ്റിലും UDF കനത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഒരു 4 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരു സീറ്റിൽ നിന്ന് അവരത് 4ആയി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ UDF-ന് ആകെ ലഭിച്ചത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ജില്ലകളിൽ നിന്നുള്ള 73 സീറ്റിൽ നിന്ന് 23 സീറ്റാണ് UDF-ന് ഉണ്ടായിരുന്നത്. 50 സീറ്റാണ് LDF-ന് ഉണ്ടായിരുന്നത്. പക്ഷെ UDF-ന്റെ സീറ്റ് നില കുതിച്ചു കയറുന്ന ഒരു കാര്യമാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അത് എന്ത് തന്നെയായാലും 35-ലെത്തും എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ചിലപ്പോൾ 1-2 സീറ്റ് കൂടി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 23 സീറ്റിൽ നിന്ന് UDF 35 സീറ്റിലേക്ക് 36 സീറ്റിലേക്ക് ഏതാണ്ട് പകുതിയുടെ അടുത്തെത്താൻ പോവുകയാണ്. വടക്കൻ കേരളത്തിൽ LDF UDF-ന്റെ സീറ്റ് നിലയിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. 35, 38 അല്ലെങ്കിൽ 36 ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ എന്ത് പ്രഭാവമാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഒന്ന് ശബരിമല വിഷയമാണ്. ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വിവാദമായിരിക്കണം. അവിടെ കോടികൾ വെട്ടിപ്പ് നടന്നിരിക്കുന്നു. പക്ഷേ LDF നേതൃത്വം ചെയ്യാൻ പോകുന്നത് സോണിയാഗാന്ധിക്ക് വരെ ഇതിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ അജയ് തറയിലിനെ പോലുള്ള അന്നത്തെ മുമ്പ് UDF ഭരണകാലത്തുള്ള ദേവസ്വം അംഗങ്ങളെ വരെ അറസ്റ്റ് ചെയ്തിട്ട് കോൺഗ്രസിനുള്ള പങ്ക് കൂടി വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ് LDF സർക്കാർ നടത്തുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ശബരിമലയിൽ നിന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് അത് മേക്കപ്പ് ചെയ്യാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് എങ്ങനെ വരുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. തെക്കൻ കേരളത്തിലെ ഹിന്ദു സ്വാധീനമുള്ള പ്രദേശങ്ങൾ, അങ്ങനെ ഹിന്ദു ഐക്യത്തിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു വരികയാണ്. പലപ്പോഴും SNDP-യും NSS തമ്മിൽ അകന്ന് കഴിയുന്നു, ഒരുമിക്കാൻ ശ്രമിച്ചു, വീണ്ടും അകലുന്നു എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹിന്ദു വോട്ട് വളരെ നിർണായകമാണ്. BJP-ക്കും തെക്കൻ കേരളത്തിൽ വളരെ കാര്യമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തെക്കൻ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും കേരളത്തിൽ വരുന്ന മാറ്റം. ഒരുപക്ഷെ ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് ഏറ്റവും ഗുണം UDF-ന് കിട്ടാൻ പോകുന്നത് വടക്കൻ കേരളത്തിൽ നിന്നാണെങ്കിലും തെക്കൻ കേരളം എങ്ങനെ ചിന്തിക്കും എന്നതനുസരിച്ചിരിക്കും കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കാൻ പോകും എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചുകൊണ്ട് 73 സീറ്റിൽ ഒരു 35-36 സീറ്റുകൾ നേടാനാണ് UDF-ന് സാധ്യത എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ.